നിങ്ങൾ അറിഞ്ഞായിരുന്നോ മാർച്ച് 2026 SIP സ്റ്റോപ്പേജ് റേഷ്യോ 101% എത്തി. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ SIP രജിസ്ട്രേഷനേക്കാൾ കൂടുതൽ SIPs ഇവിടെ ഡിസ്കണ്ടിന്യൂ ആയെന്നാണ്. പക്ഷേ ഇത് നിങ്ങൾ എക്സിറ്റ് സിഗ്നൽ ആയിട്ട് എടുക്കുന്നത് വലിയൊരു മിസ്റ്റേക്ക് തന്നെയായിരിക്കും ഇവിടെ. അപ്പൊ ഇതിന് 3 കാരണങ്ങളുണ്ട്. US-ഇറാൻ കോൺഫ്ലിക്ട് കാരണം സെൻസെക്സ് ഏകദേശം 11.5% ഇടിഞ്ഞു. അപ്പൊ ഇത് കാരണം SIP AUM 16,64,000 കോടിയിൽ നിന്ന് 15,11,000 കോടിയായിട്ട് കുറഞ്ഞു. അപ്പൊ ഈ ഒരു നെഗറ്റീവ് വെൽത്ത് എഫക്ട് കണ്ടിട്ട് ഇൻവെസ്റ്റേഴ്സ് ഇവിടെ പാനിക്കായി, അങ്ങനെ അവർ ഇവിടെ SIPs നിർത്തി. അപ്പൊ ഇത് ആദ്യമായിട്ടൊന്നുമല്ല, ഇവൻ 2025 ഫെബ്രുവരി മാർച്ച് സമയത്ത് വോളറ്റൈൽ മാർക്കറ്റിലെ SIP സ്റ്റോപ്പേജ് റേഷ്യോ 100 കടന്നിരുന്നു. അപ്പൊ ഇവിടെ 3-4 വർഷം മാത്രം പഴക്കമുള്ള യങ് പോർട്ട്ഫോളിയോസിനൊന്നും കോമ്പൗണ്ടിങ് കുഷൻ ഇല്ല. ഇപ്പൊ മാർക്കറ്റ് 10% അധികം ഇടിയുമ്പോൾ XIRR പെട്ടെന്ന് തന്നെ 0 ആവാം, അല്ലെങ്കിൽ ഇവിടെ നെഗറ്റീവ് ആവാം. ഇതൊരു മാത്തമാറ്റിക്കൽ റിയാലിറ്റി ആണ്, ഫണ്ട് ഫെയിലിയറിന്റെ സൈൻ അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കഴിഞ്ഞൊരു 6-8 മാസത്തിൽ ആരെങ്കിലും 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ, അതുപോലെ തന്നെ ഇപ്പൊ മാർക്കറ്റ് ഒരു 10% ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിലെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 90,000 രൂപയിലേക്ക് ഇടിയാം. അപ്പൊ ഇത് കാരണം XIRR നെഗറ്റീവ് 19.24% കാണിക്കാം. ഈവൻ ദോ ഫണ്ട് ലോങ് ടേമിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി ചാൻസ് ഉണ്ടെങ്കിലും. ഇപ്പം ആദ്യമായിട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന മിക്ക ഇൻവെസ്റ്റേഴ്സ് ഓർക്കും ഈ ഒരു ക്രൈസിസ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാന്നുള്ളത്. അതിൽ നിലവിലുള്ള ഇൻവെസ്റ്റേഴ്സ് ടെമ്പററി മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ട് പ്രോഫിറ്റ് പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളവർക്കും, എന്നിട്ട് പിന്നെ എൻട്രി എടുക്കാന്നുള്ളത്. അതായത് മിക്ക ആൾക്കാരും മാർക്കറ്റ് ടൈം ചെയ്യാനാണ് ഇവിടെ നോക്കുന്നത്. പക്ഷേ നിങ്ങൾ ഓർക്കുക, ലോങ് റണ്ണിൽ മാർക്കറ്റ് ടൈമിംഗ് ചെയ്യുന്നതല്ല കാര്യം. പക്ഷേ മാർക്കറ്റിൽ എത്ര നാൾ നമ്മൾ നിൽക്കുന്നു അതനുസരിച്ചായിരിക്കും നമുക്ക് ഇവിടെ സമ്പത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇവിടെ ഡേറ്റ സജസ്റ്റ് ചെയ്യുന്നത് വോളറ്റിലിറ്റി ബൈന്ന് നിങ്ങളിപ്പോൾ ഒരു 5-6 SIPs മിസ് ചെയ്താൽ 15-year ഹോഴ്സോണിൽ ഫൈനൽ ഹോപ്പസ് 2,30,000 വരെ കുറയാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ഹിസ്റ്റോറിക്കലി SIP സ്റ്റോപ്പേജ് റേഷ്യോ 100% കടന്നാൽ അത് പീക്ക് ഫിയർ ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇത് തന്നെ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറാം ഇവിടെ. സോ ഒരു ഇൻവെസ്റ്റർ എന്നല്ല, മാർക്കറ്റ് ടൈം ചെയ്യുന്നതിലും മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ആയിട്ട് നിൽക്കുന്നതാണ് ബെറ്റർ.